ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎ സഹോദരി ശശി, ഇവിടെ ഈ വേദിയിലുള്ള CPM-ന്റെ ഉന്നത നേതാവും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സുന്ദരരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹകളെ, 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഇതിൻ്റെ പ്രക്രിയ ആരംഭിച്ച് രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും അറിയാം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെയാണ് ആമുഖമായിട്ട് എല്ലാവരും പ്രസംഗിക്കുന്നത്. ഞാനിപ്പോഴും അതുപോലെ ഇപ്പോഴും നിങ്ങളോട് പറയുമ്പോഴും എല്ലാവരും പറയുന്നത് പോലെ, എല്ലാ സന്ദർഭങ്ങളിലും പറയുന്നത് പോലെ പറയുന്ന ഒന്നല്ലേ എന്ന് നിങ്ങൾ സംശയിക്കും. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മളെല്ലാം പറഞ്ഞതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒന്നാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത് പോലെ അതിന്റെ വിധി വന്നില്ല എങ്കിൽ ഇത് ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒന്നുകൂടി ആവർത്തിക്കാം. ഇത് ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഇത്ര ഗൗരവതരമായ ഒരു ഇലക്ഷൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ല. ശരിയായ ദിശാബോധം കൈവരിച്ച് നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ ഈ ഇലക്ഷനോടുകൂടി പാർലമെന്ററി സിസ്റ്റവും ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള പാർലമെന്റ് അസംബ്ലി ഉൾപ്പെടെയുള്ള ഇലക്ഷനും അതിന്റെ അവസാനം. ഇത് ഞാൻ വെറുതെ പറയുന്നതാണ് എന്ന് നിങ്ങൾ നിരൂപിക്കേണ്ട. എല്ലാറ്റിനെയും കാര്യകാരണ നിയമമടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. BJP വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ ഇതിനകം തന്നെ വ്യക്തമാക്കി, ഈ ഭരണഘടന വേണ്ട, ഈ മതനിരപേക്ഷ ഉള്ളടക്കം വേണ്ട, ഈ പാർലമെന്ററി സിസ്റ്റം വേണ്ട, ഈ ഫെഡറൽ സംവിധാനം വേണ്ട. ഇത്രയും വേണ്ടെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത്? ഇത്രയും വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത് എന്നവർ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടന മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് തയ്യാറാക്കണം. ചാതുർവർണ്ണ വ്യവസ്ഥ 1000 ആണ്ടുകളുടെ പിന്നിലേക്ക് ഇന്ത്യയെ നടത്താം. ഇത് പച്ചയായിട്ട് MP-മാരും BJP-യും സംഘപരിവാർ വിഭാഗവും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘപരിവാർ വിഭാഗത്തിന്റെ ഭരണഘടന ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. അവിടെ സന്യാസിമാരെല്ലാം കൂടി ചേർന്നൊരു കരട് തയ്യാറാക്കി.
ആ കരടിൽ പറയുന്നത് ഇതിന്റെ പേര് ഹിന്ദു രാജ്യമായിരിക്കും. എന്നിട്ട് അവസാനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ഹിന്ദുക്കൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടാവുന്നു എന്നാണ്. ആരായി ഹിന്ദു? ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, ഇതാണ് 4 വർണ്ണമുള്ളവർ. പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം, OEC, OBC ഉൾപ്പെടെയുള്ള കൂട്ടുകൂടായ്മ അനുഭവിച്ച ഒരു മനുഷ്യനും ഹിന്ദുവല്ല. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഉൾപ്പെടില്ല, ചണ്ടാളനം. അതുകൊണ്ടാണ് കൂട്ടുകൂടാത്തത്. ജാതി ശ്രേണിയിലെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന മനുഷ്യർ അവരൊന്നും ഹിന്ദു പട്ടികയിലില്ല, നമ്മുടെ ഔദ്യോഗിക പട്ടികയിലെ വിവരംഗീകരിക്കുന്നില്ല. ഇവര് ബ്രാഹ്മണരും, ക്ഷത്രിയരും, വൈശ്യരും, ശൂദ്രരും. നമ്മൾ പല ആളുകളും പറഞ്ഞു വന്നത് ഈ ശൂദ്രർ എന്ന് പറഞ്ഞാൽ ഈ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും പിന്നോക്കം നിൽക്കുന്നവരുമാണ് എന്നാണ്. തീരെയല്ല. അവർക്ക് പ്രത്യേക പേരുണ്ട്. നേരത്തെ പറഞ്ഞത് സവർണരാണ്, വർണ്ണമുള്ളവരാണ്. ഈ 4 വർണ്ണം ഇല്ലാത്തവർക്ക് പേര്. വർണ്ണം ഇല്ലാത്തവർക്കൊരു പേരുണ്ട്. ആർക്കറിയാം? അവർണം. അതാണ് ഈ കൂട്ടം അവർണരാണ്. ഈ അവർണരൊന്നും ശൂദ്രരല്ല. കാരണം അവർക്ക് വർണ്ണമില്ല. നമ്മുടെ നാട്ടിലെ നായര്, നമ്പ്യാർ ഉൾപ്പെടെയുള്ളതാണ് ഈ ശൂദ്രം. അതിന്റെ താഴത്തുള്ള തൊട്ടുകൂടായ്മ അനുഭവിച്ച എല്ലാവരും ചണ്ടാള വിഭാഗത്തിൽപ്പെട്ട അവർണരാണ്. അപ്പോൾ ഹിന്ദു രാജ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളിൽ ഇപ്പോഴും ഔദ്യോഗികമായിട്ട് കണക്ക് പരിശോധിച്ച് നോക്കിയപ്പോഴേ ഏതാണ്ട് 15% കുറവാണ് ചാതുർവർണ്ണ വ്യവസ്ഥയുള്ളവർ. 85% പുറത്താണ്. ആ 85%-ഓടും ഒരു പ്രതിബദ്ധതയും കാണിക്കുന്നവരല്ല ഈ RSS സംഘപരിവാർ വിഭാഗം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിലപാടുകൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് നീങ്ങുക. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഈ ഇന്ത്യ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി ഉണ്ടെങ്കിലും ഈ പരിമിതിയുള്ള ഇന്ത്യയെങ്കിലും നിലനിൽക്കണം. ഇതാണ് ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പരിമിതി ഉള്ളതാണെങ്കിലും ഈ ഇന്ത്യ നിലനിൽക്കണം. അതിന്റെ മതനിരപേക്ഷത, ജനാധിപത്യ മൂല്യങ്ങൾ, പാർലമെന്ററി വ്യവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയോട് പൂർണ്ണമായിട്ട് പുലർത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഫെഡറൽ സംവിധാനം, ഇതെല്ലാം ചേരുന്ന ഇന്ത്യ നിലനിൽക്കുന്ന